മാവോയിസ്റ്റുകൾ കൂടി ഇറങ്ങിയിരിക്കുന്നു. വയനാട് കമ്പമലയിലെത്തിയ മാവോയിസ്റ്റുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞുവെന്ന് ഞങ്ങളുടെ വയനാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. മലയാളികളായ CP മൊയ്തീൻ, സന്തോഷ്, സോമൻ, ആഷിഖ് എന്ന മനോജ്, ഇവരാണ് ഇപ്പോൾ മാവോയിസ്റ്റുകളായി എത്തിയിട്ടുള്ളത്. മനോജ് സംഘത്തിൻ്റെ ഭാഗമാകുന്നത് 1 വർഷത്തിനുള്ളിലെന്ന് പോലീസ് പറയുന്നു. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പൻ ചേരുന്നു. സുർജിത്ത്, യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ തന്നെ പോലീസിന് ഇഷ്ടം പോലെ തിരക്കുള്ള സമയത്ത് ഈ മാവോയിസ്റ്റുകൾ കൂടി ഇറങ്ങിയിരിക്കുന്നു. വിവരങ്ങൾ. SKN അത് തന്നെയാണ്. പോലീസ് വലിയ ജാഗ്രത പുലർത്തുന്നുണ്ട്. കാരണം 84 പ്രശ്നബാധിത ബൂത്തുകൾ വയനാട് ജില്ലയെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മാവോയിസ്റ്റ് ഭീഷണിയുള്ള അത്തരത്തിൽ മാവോയിസ്റ്റുകളുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്ന പ്രദേശത്തെ ബൂത്തുകളാണ്. ഇതിൽ പ്രധാനപ്പെട്ട ബൂത്തുകളെല്ലാം തന്നെ ഇവിടെ എല്ലാം തന്നെ സായുധ പോലീസ് സംഘത്തെ നിയോഗിക്കാനുള്ള തീരുമാനം ഉണ്ട്. നേരത്തെ തന്നെ റൂട്ട് മാർച്ച് ഉൾപ്പെടെ ഉള്ളവ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ 6 മണിയോടുകൂടി എത്തിയ ഈ മാവോയിസ്റ്റ് സംഘത്തിൽ ഉൾപ്പെട്ടത് ആരൊക്കെ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ സ്ഥിരീകരണം പോലീസിന് ഉണ്ടായിട്ടുണ്ട്. ഈ 4 പേരും മലയാളികളാണ്. പാണ്ടിക്കാട് സ്വദേശിയായ CP മൊയ്തീനാണ് ഒരാൾ. ഈ മൊയ്തീൻ ഈ സംഘത്തിന്റെ കമാൻഡറായി പ്രവർത്തിക്കുന്ന ആളാണ് എന്നുള്ള വിവരം പോലീസിന് ഉണ്ട്. അതായത് ഈ കബനി ദളത്തിന്റെ കമാൻഡറായി പ്രവർത്തിക്കുന്ന ആളാണ് CP മൊയ്തീൻ എന്നുള്ളതാണ് പോലീസിന് ലഭ്യമായിട്ടുള്ള വിവരം. അതോടൊപ്പം തന്നെ മറ്റ് 3 പേരും മലയാളികൾ തന്നെയാണ്. അതിലൊരാൾ സന്തോഷ് എന്നാണ്, മറ്റൊരാൾ സോമൻ എന്ന ആളാണ്. ഈ സോമൻ എന്ന് പറയുന്ന ആൾ ഈ വയനാട് സ്വദേശിയായിട്ടുള്ള ആൾ തന്നെയാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിൽ മറ്റൊരാൾ ഈ ആഷിഖ് എന്ന മനോജ് ഏറ്റവും ഒടുവിലാണ് ഈ സംഘത്തിന്റെ ഭാഗമായിട്ടുള്ളത് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. വിയ്യൂർ സ്വദേശിയാണ്, തൃശ്ശൂർ വിയ്യൂർ സ്വദേശിയായിട്ടുള്ള ആളാണ് ഈ മനോജ് എന്ന് പറയുന്ന ആൾ. നേരത്തെ ഈ തിരുവനന്തപുരത്തെ ഒരു കോളേജിലെ വിദ്യാർത്ഥിയായിരിക്കെയാണ് ഈ മാവോയിസ്റ്റ് സംഘത്തിന്റെ ഭാഗമാവുന്നത് എന്നുള്ള വിവരം കൂടി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പോലീസ് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ 4 പേർ, അതിൽ 2 പേർ തോക്കുധാരികളായിരുന്നു. അവർ നേരെ ഈ മക്കിമല ഭാഗത്തു നിന്ന് ഇറങ്ങി വന്ന് തോട്ടത്തിലൂടെ ഇറങ്ങി വന്ന് ഈ തോട്ടത്തിന് അടുത്തുള്ള പാടിയിലാണ് എത്തിയത്. നേരത്തെയും സമാനമായ രീതിയിൽ തന്നെ ഈ മാവോയിസ്റ്റ് സംഘം ഇതേ കമ്പമലയിൽ എത്തിയിട്ടുണ്ട്. ഒരു തവണയല്ല 2-3 തവണ എത്തിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ നേരത്തെ ഈ അവിടുത്തെ എസ്റ്റേറ്റ് അടിച്ചു തകർക്കുന്ന നിലയിൽ അത്തരത്തിലുള്ള അക്രമ പ്രവർത്തനം കൂടി മാവോയിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് വലിയ എതിർപ്പ് തോട്ടം തൊഴിലാളികളുടെ മേഖലയിൽ നിന്ന് മാവോയിസ്റ്റുകൾക്കെതിരെ ഉണ്ട്. അത് ഇന്നും പ്രകടമായിരുന്നു. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം ഇവർ ഉന്നയിക്കുമ്പോൾ അതിനെ എതിർക്കുകയും വിമർശിക്കുകയുമാണ് ആ പ്രദേശവാസികൾ. ഇവിടെ നിന്ന് സ്ഥലം വിടണം എന്നുള്ള ആവശ്യം മാവോയിസ്റ്റുകൾ ഉന്നയിക്കുന്നത് ആ ദൃശ്യത്തിൽ തന്നെ വ്യക്തമാണ്. നാട്ടുകാർ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ തലപ്പുഴ ജംഗ്ഷനിലേക്ക് വരൂ എന്നുള്ള ആവശ്യം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ സംഘടിതരായാലേ ഞങ്ങൾ എത്തൂ എന്നുള്ള തരത്തിലുള്ള മറുപടിയാണ് ഇവർ നൽകുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ ദൃശ്യത്തിൽ വ്യക്തമാണ് എന്നുള്ളതാണ്. എന്തായാലും ഈ സംഘത്തെ തിരിച്ചറിഞ്ഞു. നേരത്തെ ആറളത്തെ ഏറ്റുമുട്ടലിന്റെ ഭാഗമായി ഇവർ ഒന്ന് ഒതുങ്ങിയതായിരുന്നു. പക്ഷേ പിന്നീട് വീണ്ടും വളരെ സജീവമായ രീതിയിൽ തന്നെ ഈ കബനി ദളം എന്നുള്ള പേരിൽ തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ച് ഇവർ ഇടപെടുന്നു, പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ദൃശ്യം തന്നെ. സാധാരണഗതിയിൽ ഇത്തരം ദൃശ്യങ്ങൾ ലഭിക്കാറില്ല. പക്ഷേ ഇന്ന് പ്രത്യക്ഷമായ രീതിയിൽ തന്നെ നാട്ടുകാർ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ആളുകൾ ഇവർക്ക് ഒരു തരത്തിലുള്ള വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം അത്തരത്തിൽ അവരോട് തിരിച്ചു പോകണം എന്നുൾപ്പെടെയുള്ള ആവശ്യം ഇവർ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ തൊഴിലാളികൾ ഉന്നയിക്കുന്നുണ്ട്. SKN. താങ്ക് യു. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. ഈ മാവോയിസ്റ്റുകൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. എന്നാൽ നാട്ടുകാർ അവർ തിരിച്ചു പോകണം എന്നാണ് ആവശ്യപ്പെട്ടത്. അതിന്റെ ദൃശ്യങ്ങൾ വീണ്ടും. ഒരു കാര്യമില്ല. 40 കൊല്ലം ഇങ്ങനെയാണ്. നമ്മൾ നിങ്ങളോട് പറയുന്നത് ജനങ്ങൾ സംഘടിക്കുന്ന ഞങ്ങൾ ഏത് ടൗണിലേക്കും വരും, ഉറപ്പാണ്. പക്ഷെ അതേസമയം ജനങ്ങൾ സംഘടിക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയുണ്ട്. അതൊരു അങ്ങനെ ജനങ്ങൾ സംഘടിച്ച് ചോദിക്കാൻ തയ്യാറാവുന്ന പക്ഷം ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ കമ്പമലയിൽ ഇറങ്ങിയ മാവോയിസ്റ്റുകളുടെ ഏറ്റവും വലിയ ആവശ്യം തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്നതായിരുന്നു. എന്നാൽ അതൊന്നും സ്വീകരിക്കാൻ നാട്ടുകാർ തയ്യാറായില്ല. അവർ മടങ്ങിപ്പോകാൻ തന്നെ നാട്ടുകാർ ആവശ്യപ്പെട്ടു. അവർ മടങ്ങിപ്പോയി എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്.